ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയും എപ്പോഴും പോലെ തന്നെ ബ്ലൗസിലുണ്ടാകുന്ന കംപ്ലൈൻറ്റുകളെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അത് ബിഗിനേഴ്സിനൊന്നല്ല, ചെറുതായിട്ട് അടിക്കാൻ അറിഞ്ഞവർക്കും ഈ കംപ്ലൈൻറ്റ് വരാറുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ്, അതായത് ചെസ്റ്റിൻ്റെ റൗണ്ടിൻ്റെ അളവും കൈക്കുഴി എടുത്ത അളവും സെയിം ഒരേ സ്ഥലത്തായിരിക്കണം വരിക. അതല്ലാതെ ചെസ്റ്റിൻ്റെ അളവ് കുറഞ്ഞിട്ടും കൈക്കുഴിയുടെ അളവ് കൂടിയിട്ടും ഇങ്ങനെ വരുമ്പോഴാണ് നമുക്ക് സൈഡ് ജോയിൻ ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് വരുന്നത്. നമ്മൾ ചെസ്റ്റിൻ്റെ അടുത്ത അളവിലാണ് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെസ്റ്റ് കറക്റ്റായിട്ടുണ്ടാവും, കൈക്കുഴി ലൂസാവും. അതല്ല, ഈ കൈക്കുഴി എടുത്ത അളവിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൈക്കുഴി കറക്റ്റാവും, ചെസ്റ്റിൻ്റെ അവിടെ ലൂസാവും. അപ്പോൾ ഈ പ്രശ്നമാണ് കേട്ടോ മെയിനായിട്ട് ഈ വേരിയേഷനിൽ, അതായത് രണ്ട് അളവിൻ്റെയും ഇടയിലുള്ള ആ വ്യത്യാസത്തിൽ വരുന്ന കംപ്ലൈൻറ്റ്. അപ്പോൾ ഇതെങ്ങനെയാണ് ശരിയാക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചെസ്റ്റിൻ്റെ അളവ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ വരുന്ന കംപ്ലൈൻറ്റ് എന്ത് കാരണമാണെന്ന് നോക്കുമ്പോൾ കൈക്കുഴിയുടെ മിസ്റ്റേക്ക് കാരണമാണ്. അപ്പോൾ നമുക്ക് കൈക്കുഴി ശരിയാക്കിയാൽ ഈ കംപ്ലൈൻറ്റ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം ആം ഹോളിൻ്റെ, അതായത് കൈക്കുഴിയുടെ അളവ് എത്രയാണെന്നുള്ളത് നോക്കുക. അത് നോക്കുമ്പോൾ അളവ് ബ്ലൗസിൻ്റെ ബാക്കും തന്നെ നോക്കാൻ ശ്രമിക്കുക കേട്ടോ. ഫ്രണ്ടിൽ നിന്ന് എടുക്കുമ്പോൾ നമ്മൾ ഫ്രണ്ടിൽ ചെറുതായിട്ടൊന്ന് കുഴിച്ച് വെട്ടുമല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് നോക്കുമ്പോൾ ചെറിയൊരു വേരിയേഷൻ വരും അളവിൽ. അപ്പോൾ ബാക്കിൽ തന്നെ നോക്കുക. ഈ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ടേപ്പ് വെച്ചിട്ട് കറക്റ്റ് അവരെങ്ങനെയാണോ ആ കേവ് വെട്ടിയിരിക്കുന്നത് ആ കേവിൽ തന്നെ നമുക്ക് ടേപ്പ് വലിക്കാതെ വെച്ച് നോക്കുക. അപ്പോൾ എനിക്ക് ഈ അളവ് ബ്ലൗസിൽ കൈക്കുഴിയുടെ അളവ് 8 ഇഞ്ചാണ് കേട്ടോ കറക്റ്റ് റെഡി അളവ് വരുന്നത്. അപ്പോൾ ഇതേ 8 ഇഞ്ച് നമുക്ക് നമ്മൾ ഇപ്പോൾ അളന്ന് വെച്ചിട്ടുണ്ടല്ലോ അതിൽ വരുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനൊരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് മുകളിൽ ഷോൾഡറിന് വേണ്ടി വിടുക. അപ്പോൾ ഇവിടെ 38 സൈസാണ് കേട്ടോ ഞാൻ ബ്ലൗസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ 38 സൈസിൽ 4 ഡിവൈഡ് ചെയ്യുമ്പോൾ ചെസ്റ്റിൻ്റെ അളവ് വരുന്നത് 9.5 ഇഞ്ചാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ആ 9.5 ഇഞ്ചിനെ ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ 9.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്ന അവിടെ തന്നെ ഈ കൈക്കുഴിയുടെ അളവ് നമ്മൾ എടുത്തിട്ടുണ്ടല്ലേ ഇപ്പോൾ 8, അതും വരണം. അപ്പോൾ അതുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ 1/2 ഇഞ്ച് ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് വിട്ടവിടെ നിന്ന് ഇതേപോലെ വെച്ച് നോക്കുമ്പോൾ എനിക്കിവിടെ 7.5 കേട്ടോ, 7.5 ഒരു പോയിൻറ്റുമാണ് വരുന്നത്. അപ്പോൾ ഇതിൽ പിന്നെയും ഒരു 1/4 ഇഞ്ചോളം വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ 1/4 ഇഞ്ച് മതി നമുക്ക് ഈ ബ്ലൗസിൻ്റെ ആ ഒരു ഫിനിഷിങ് തെറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈ 1/4 ഇഞ്ച് വേരിയേഷനാണ് ശരിയാക്കാനുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്, 1/4 ഇഞ്ച് നമുക്ക് കൂടുതൽ വേണം. 7.5 കിട്ടിയിരിക്കുന്നത്, അപ്പോൾ കൂടുതൽ വേണം എന്നുള്ളതുകൊണ്ട് ഒരു 1/2 ഇഞ്ച് പിന്നെയും കൈക്കുഴിയുടെ ഇറക്കം കൂട്ടുണ്ട്. നേരത്തെ 5.5 എടുത്തിട്ടുണ്ടായിരുന്നത്, ഇപ്പോൾ ഒരു 1/2 ഇഞ്ച് കൂട്ടി 6 ഇഞ്ച് എടുത്തിട്ട് കോർണറിൽ നിന്ന് 1.5 ഇഞ്ച് നമ്മൾ എപ്പോഴും മാർക്ക് ചെയ്യുന്ന പോലെ മാർക്ക് ചെയ്തിട്ട് ആ കൈക്കുഴി ഒന്ന് ഇതേപോലെ വരയ്ക്കുക. ഒരു 1/2 ഇഞ്ച് ഇറക്കിയിട്ടുണ്ട്. ഇപ്പം നമുക്കൊന്ന് അളന്ന് നോക്കാം എത്ര ഇഞ്ചാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമുക്ക് ടേപ്പ് വെച്ചിട്ട് 8 ഇഞ്ച് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കാം കേട്ടോ. നമ്മൾ ജസ്റ്റ് മാർക്ക് ചെയ്ത് അവിടേക്ക് തന്നെ 8 ഇഞ്ച് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ടേപ്പ് വലിക്കാതെ ഇതേപോലെ ആ വളവിൽ തന്നെ വെച്ചിട്ട് നോക്കുക. ഇത് കറക്റ്റായിട്ട് 8 ഇഞ്ച് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ വരച്ച കൈക്കുഴിയാണ് കറക്റ്റ്. നേരത്തെ വരച്ച പോലെ നിങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് നേരത്തെ പറഞ്ഞ കംപ്ലൈൻ്റ് ഒക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ എനിക്ക് 9.5 ഇഞ്ചിൻ്റെ ചെസ്റ്റിൻ്റെ അതേ അളവിൻ്റെ അവിടെയാണ് ഈ കൈക്കുഴിയുടെയും വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ സൈഡ് ജോയിൻ ചെയ്യുന്നവിടെയും സ്ലീവ് ജോയിൻ ചെയ്യുന്നവിടെയും പ്രശ്നമൊന്നും വരില്ല. ഇതിലെനിക്ക് കൈക്കുഴി അളന്ന് നോക്കിയപ്പോൾ 1/4 ഇഞ്ചിൻ്റെ അടുത്ത് വേരിയേഷൻ വന്നുകൊണ്ട് ഞാൻ താഴെ ഇറക്കിയിട്ടാണ്, എനിക്ക് കൂടുതൽ വേണം കൈക്കുഴി, അതുകൊണ്ട് താഴേക്ക് ഒരു 1/2 ഇഞ്ച് ഇറക്കം കൂട്ടി കൈക്കുഴിയുടെ. അഥവാ നിങ്ങൾ അളവെടുക്കുമ്പോൾ നിങ്ങളുടെ അളവ് ബ്ലൗസിലുള്ള കൈക്കുഴിയുടെ അളവിനെക്കാട്ടിലും ഇത് കൂടിയിട്ടാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ 1/2 ഇഞ്ച് മുകളിലേക്കാണ് നിങ്ങൾ ഇറക്കം കുറയ്ക്കുക. അതായത് കൂട്ടാതെ നിങ്ങൾ കുറച്ചിട്ട് ഇതേപോലെ കൈക്കുഴി വരച്ചിട്ട് അളന്ന് നോക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നേരത്തെ ഈ പറഞ്ഞ മിസ്റ്റേക്കുകളൊന്നും ഇല്ലാതെ പെർഫെക്റ്റ് ആയിട്ട് ബ്ലൗസ് സ്റ്റിച്ച്